അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന വാർത്തകളാണ് ഈ ഭർത്താക്കന്മാരുടെ പീഡനം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് ഭാര്യമാരുടെ വാർത്ത. ഇന്ന് നേരെ തിരിച്ച് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷെ ആരത് പറയലില്ല. ഈ ഒരു യുവാവിനെ നിങ്ങൾ കണ്ടോ? വളരെ സന്തോഷമായിട്ട് ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്ന ഒരാളാണ്. ഇയാളൊരു ബസ്സിലെ കണ്ടക്ടറായിരുന്നു. അങ്ങനെ ബസ്സിൽ കണ്ടക്ടറായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടിനെ ഇയാൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇയാൾ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിൽ പോയത്ര. വീട്ടിൽ പോയിട്ട് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. കാരണം എന്നും ഈ കണ്ടക്ടറെ കാണലുണ്ട്. തമ്മിലൊരു പ്രണയം എന്നൊന്നും പറയാൻ വയ്യ, പക്ഷെ ഉള്ളിലൊരു തമ്മിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കാണാൻ പോയ സമയത്ത് വീട്ടുകാർ പറഞ്ഞു പഠനമൊക്കെ കഴിഞ്ഞിട്ടാവാം കല്യാണം. കാരണം കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ പാവങ്ങളാണ്. ഇയാൾ പറഞ്ഞൊരു പോയിന്റ് ഇത്രേ ഉള്ളൂ: ഇവൾ ആഗ്രഹിക്കുന്നവരെ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇയാളെ ഈ കല്യാണ കാര്യങ്ങൾ ഒരു ധാരണയിലെത്തി വീട്ടുകാർ. അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ കാശ് തരാം, നീ ആഗ്രഹിച്ചതുപോലെ നഴ്സിംഗ് പഠിക്കാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നഴ്സിങ്ങിന് ചേർത്തു. അപ്പോൾ ഈ കെട്ടാൻ പോകുന്ന ഇയാളാണ് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് കാശൊക്കെ കൊടുത്ത് ആ വീട്ടുകാർക്കും അത് ഇഷ്ടമായി, വളരെ സന്തോഷമായി. അങ്ങനെ ഇവിടെ നഴ്സിങ്ങിന് ചേർത്തു. അങ്ങനെ ഇവിടെ നഴ്സിംഗ് പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ കല്യാണം നടന്നു. ആ കല്യാണമൊക്കെ നടന്നപ്പോൾ ഇവൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പോലെ, ഒരു ബസ്സിൽ ജീവനക്കാരനായതുകൊണ്ട് മാത്രം എന്താ കാര്യം, ഇവിടെ ഒരു വിസ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഗൾഫിൽ പോയി. അങ്ങനെ ഗൾഫിൽ പോയിട്ട് വിചാരിച്ചതുപോലെ ഒരു വർഷം എങ്ങാനേ ഗൾഫിൽ നിന്നുള്ളൂ. പക്ഷേ വിചാരിച്ചതുപോലെയുള്ള ഒരു സന്തോഷമോ നല്ല ജോലി ലഭിച്ചില്ല. അയാൾ തിരികെ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ നമുക്കിത് ഗൾഫ് മുന്നോട്ട് പോകണില്ല, നിന്റെ കുറച്ച് സ്വർണം തരികയാണെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് ബസ്സിലെ ജീവനക്കാരനാണ്, ഡ്രൈവിംഗ് അറിയാം, ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല റൂട്ട്, വേറൊരു ബസ് പോകുന്ന റൂട്ട് ഇവർക്ക് കിട്ടി. അപ്പോൾ ആ ബസ് ഒഴിവാക്കിയിട്ട് ആ റൂട്ട് ഇവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് കുറച്ച് കാശ് കൊടുക്കണം, ഒരു ബസ്സും എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലപോലെ പോവാം. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠനമാണ് മെയിൻ. അങ്ങനെ ആ പഠിക്കുന്നതിനിടയിൽ ആ സ്വർണ്ണമൊക്കെ എടുത്തൊരു ബസ്സൊക്കെ വാങ്ങി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇവൾ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞിനെ ഇവളുടെ പഠനം മാത്രം മുന്നിൽ കണ്ട് ഇവനാണ് ആ കുഞ്ഞിനെ നോക്കിയത്, ഇവൻ്റെ ഉമ്മയും. പക്ഷേ പിന്നെ ഈ സ്വഭാവങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മാറ്റങ്ങൾ തുടങ്ങിയത് എവിടെയെന്ന് വെച്ചാൽ, ഇവൻ്റെ ബസ്സൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബസ് അപകടത്തിൽ ഒരാൾ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം ആകെ കണ്ടകശനിയാണ്, വലിയ നഷ്ടത്തിലായി. അങ്ങനെ ആ ബസ് ഇവനക്ക് വിൽക്കേണ്ടി വന്നു. ആ ബസ് ഓട്ടം പിന്നെ നടന്നില്ല. ഭാര്യ പഠിച്ച് നല്ല നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 2 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അങ്ങനെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം കിട്ടി, ഒരവസരം കിട്ടി. അപ്പോൾ ഈ ഒരു ഭാര്യ വിദേശത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു ഇഷ്ടക്കേട്. കാരണം പല വാർത്തകളൊക്കെ വരുന്നതാണ്, വിദേശത്ത് പോയിട്ട് ഇത് ഇവനക്ക് വലിയ ഇഷ്ടമല്ല. ഈ ഇഷ്ടമില്ലായ്മയിൽ നിന്നാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത്. തനിക്കൊരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ ഭർത്താവ് സമ്മതിക്കണില്ല. അപ്പോൾ ഇവളുടെ വീട്ടുകാർ മുഴുവനും ഇവൻക്കെതിരായി. ഇങ്ങനെ പെൺകുട്ടിക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് എന്താണോ സമ്മതിക്കാത്തത്, അവനക്ക് സംശയരോഗമാണ്. അങ്ങനെ എല്ലാവരും ഇവനെ കുറ്റപ്പെടുത്താണ്. ഇവൻ സത്യത്തിൽ ഭാര്യയെ വിട്ടു പിരിയാൻ ഇവനക്ക് പറ്റണില്ല. അങ്ങനെ ഭാര്യ ഒരു വിദേശത്ത് ഒരു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ അവിടെ പോയിട്ട് അവൾ അണ്ടറിൽ നിൽക്കുന്ന കുറേ കോംപ്ലക്സുകൾ ഇവനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും എതിർപ്പും അവഗണിച്ചുകൊണ്ട് ഇവളെന്ത് ചെയ്തു, വിദേശത്ത് പോയതോട് കൂടിയിട്ട് അവിടെയുള്ള സൗഹൃദങ്ങൾ, അവിടെ ഒരാളായിട്ട് ഇവൾ നല്ല ഒരു ബന്ധത്തിലായി. ആ ബന്ധം ഒരു അരുതാത്ത ബന്ധമായിട്ട് വളർന്നു. എല്ലാത്തിനും അവസരങ്ങൾ കിട്ടുമ്പോഴാണല്ലോ ആളുകൾ മോശക്കാരാവുക. ഇവളുടെ ലക്ഷ്യത്രേ ഉള്ളൂ, ഒരു നല്ലൊരു ലൈഫ്. ആ ലൈഫിന് അവളുടെ ലൈഫിന് അവൾ ഉദ്ദേശിക്കുന്നത് നല്ല സാലറി ഉണ്ട്, ഹോസ്പിറ്റലിൽ നല്ല ജോലിയുണ്ട്, ഇനി വേണമെങ്കിൽ അവിടെ പൗരത്വം നേടാം. അങ്ങനെ അവിടെയുള്ള ഒരാളുമായിട്ട് വലിയ ബന്ധത്തിലായി. ഇതൊക്കെ പലരാല് കുറച്ച് വൈകിട്ടാണ് ഇവർ അറിഞ്ഞത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടപ്പോൾ ഇവനാകെ ചെറുതായിട്ട് കുടിക്കാൻ തുടങ്ങി. അതുവരെ ആരാധനാ കാര്യങ്ങളും പള്ളിയിലൊക്കെ പോയിരുന്നവൻ അത്തരം കാര്യങ്ങളൊക്കെ വിട്ടിക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ മുന്നിൽ പിന്നെ ഇവനൊരു കൊള്ളരുതാത്തവൻ. അപ്പോൾ ആ കൊള്ളരുതാത്തവൻ എന്ന ലേബൽ വരാൻ കാരണം ഇയാളെ പേഴ്സണൽ ലൈഫിൻ്റെ തകർച്ചയാണ്. അതാരും പുറത്ത് തിരിച്ചറിഞ്ഞില്ല. അത് അറിയുന്ന ഒരു വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനെ പല കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. ഒക്കെ നേരെ ആകുമ്പോഴൊക്കെ ഈ ഫാമിലി ലൈഫ് എന്തെങ്കിലും സെറ്റ് ആവണില്ല. അങ്ങനെ ഫാമിലി ലൈഫ് സെറ്റാവുക സമയത്ത് ഇവള് കോടതിയിൽ കേസ് കൊടുത്തു, കുഞ്ഞിനെ വിട്ട് കിട്ടണം എന്നായിരുന്നു ആ കേസ്. ഇവൾക്ക് ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോവുക, അവിടെ സെറ്റാവുക. ഏറ്റവും വലിയ നന്ദികേടാണ് ഈ പെണ്ണിൻ്റെ കുടുംബവും കാണിച്ചത്. കാരണം അത്യാവശ്യം ഒന്നിനും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആ ഒരു വീട്ടുകാർ, ആ ഒരു പെൺകുട്ടിനെ നഴ്സിംഗ് പഠിപ്പിച്ചത് ഇയാളാണ്. അതിനുവേണ്ടി ഇയാൾ ഒരുപാട് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇയാൾ ആകൊരു ചെയ്ത് തെറ്റി അവളുടെ കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു, ബസ് വാങ്ങി. ആ ബസ് ചില ബിസിനസ്സുകൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല, അത് നഷ്ടത്തിലായി. അതൊക്കെ അയാൾ വീട്ടിൽ സ്വന്തം ഭാര്യയുടേതാണ്, ആ കുടുംബം നോക്കാം. ഇതൊന്നും തമ്മി തെറ്റുന്നതൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇതൊക്കെ പിന്നെ പ്രശ്നങ്ങളായിട്ട് മാറി. അതിനൊക്കെ ഇയാളെ ക്രൂശിക്കാൻ തുടങ്ങി. എല്ലാവരാലും ഒറ്റപ്പെടുത്തുകയും എല്ലാവരാലും ക്രൂശിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇയാൾ ലഹരിക്ക് അഡിക്റ്റ് ആവുകയും ഇടയ്ക്ക് ഭാര്യയെ വിളിച്ചിട്ട് ചീത്ത പറയുക. അപ്പോൾ ഇവള് പറയുമ്പോൾ ഇതാണ്, കണ്ടില്ലേ
ഭർത്താവ് എന്നെ കുടിച്ചിട്ട് തെറി പറയണേ, ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുക, ഞാൻ അയക്കുന്ന കാശ് അയാൾക്ക്, ഞാൻ ജോലി ചെയ്യുന്ന ക്യാഷ് അയച്ചു കൊടുക്കുന്നില്ലേ, എൻ്റെ ക്യാഷിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. ഈ രീതിയിലൊക്കെയാണ് സ്ത്രീ എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആരെ സപ്പോർട്ട് ചെയ്തു? ഈ ഒരു ലേഡിയെ സപ്പോർട്ട് ചെയ്തു. കാരണം കണ്ടില്ലേ, ഇത്രയും നല്ലൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവൾ പഠിച്ചുണ്ടാക്കിയ ഒരു ജോലി നേടിയപ്പോൾ ഈ ഭർത്താവ് അത് സപ്പോർട്ട് ചെയ്യില്ല വേണ്ടത്, പകരം അവളെ തളർത്തണോ വേണ്ടത്. അപ്പോൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വലിയ വേദന ഈ മനുഷ്യൻക്ക് വന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ഉസ്താദിനെ പോയി കണ്ടു, ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ അവസ്ഥ, ഞാൻ ചെയ്യുക, ഞാൻ ചെയ്തൊരു തെറ്റ് അനർഹമായിട്ട് ഞാൻ അവളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഉസ്താദ് പറഞ്ഞു, ഒരിക്കലും അതൊരു തെറ്റല്ല, നീ അവളെ പഠിപ്പിച്ച് നന്നാക്കി അവൾക്കൊരു ലൈഫ് കൊടുത്തുകൊണ്ട് പടച്ചോമ്പാന്ന് എനിക്കൊരു കൂലി കിട്ടും. നിങ്ങളൊരു ഭാര്യയും ഭർത്താവും നിലയ്ക്ക് വിജയിച്ചില്ലെങ്കിലും ഒരാൾക്കൊരു കരിയർ ഉണ്ടാക്കാൻ നീ ഒരു സഹായം ചെയ്തില്ലേ, അത് ഇയാളുടെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാക്കി. അങ്ങനെ ഇയാളുടെ ലഹരി പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രയാസങ്ങളുണ്ട്. ഒരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ ആൾ പോയി. മദ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയെങ്കിലും ഡിപ്രഷൻ ഫുള്ളായിട്ട് മാറിയില്ല. ഈ ഭാര്യ കോടതിയിൽ പോയിട്ട് കുട്ടിനെ അവർ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ആരോടൊക്കെയോ ഒപ്പം ലിവിങ് ടുഗദർ ആയിട്ടാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത്. പക്ഷെ വീട്ടുകാരെന്ത് ചെയ്യണില്ല, അവളുടെ കൂടെ നിൽക്കണം. കാരണം അവർ കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്, അവള് നല്ല ഡോളർ കിട്ടല്ലേ, അതും കണ്ട് അയച്ചു കൊടുക്കണം. വീട്ടുകാർക്ക് ഉള്ള പണം മാത്രം മതി, പിന്നെ അവളെ കൊണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇവനാണെങ്കിൽ നാട്ടുകാർക്ക് ഒരു ശല്യക്കാരനാണ് എന്ന രീതിയിലായി. വിവാഹം ഡിവോഴ്സ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഏതോ ഒരു ബുദ്ധിമോശം ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി, ഞാൻ എന്തിനാണ് ഇനി ജീവിക്കുന്നത്, ഭാര്യ ഇങ്ങനെ, ഞാൻ അവളെ പഠിപ്പിച്ച ഒരുപാട് കടക്കാരനായി. സ്വപ്നങ്ങൾ മുഴുവനും ഇവനിങ്ങനെ ഓർത്ത്, പണ്ട് അവൾ +2 പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഇസ്ലാമികമായിട്ട് അച്ചടക്കമുള്ള പെൺകുട്ടിയായിരുന്നു. അന്ന് അവളെ അച്ചടക്കം കണ്ടിട്ടാണ് ഇയാളുടെ ഉള്ളിലൊരു ഇഷ്ടം തോന്നിയത്. ഇയാൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ പ്രണയിക്കുകയോ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയൊന്നും ചെയ്തില്ല. അവളോട് ആദ്യം കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കാൻ ഇതിനൊന്നും ഞാനില്ല, നിന്റെ വീട്ടുകാരോട് വന്ന് വിവാഹം അന്വേഷിക്കും, എന്നാണോ നിന്റെ വീട്ടുകാരെ സമ്മതിക്കണതെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് പഠിക്കണം, ഒരു ജോലി വാങ്ങണം, അതിനൊക്കെ ഞാൻ സഹായിക്കാം. പക്ഷേ ഇവളുടെ വീട്ടിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇത് മുഴുവൻ കൊടുത്തിട്ട് ഒടുവിൽ ഈ മനുഷ്യനിക്ക് കിട്ടിയ നന്ദികേട് മാത്രമാണ്. ഇങ്ങനെ കുറേ ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒടുവിൽ ഗതികെട്ടൊരു നിമിഷം, മറ്റൊരു പ്രതീക്ഷയില്ലാത്തൊരു നേരത്ത് ഇവൻ്റെ ഉള്ളിൽ തോന്നിയൊരു അവിവേകം ആ ജീവിതം കണ്ട് അവസാനിപ്പിക്കാനായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ചുറ്റും അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാതെ നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷെ അവരുടെ കഥകൾ ആരും പറയാറില്ല, അതാരും അറിയാറില്ല. നമ്മളെപ്പോഴും കേൾക്കുന്ന കഥകൾ ആരുടേതാണ്? ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ട് എന്താ പറയുക, ജീവനൊടുക്കിയ സ്ത്രീകളുടെ കഥകൾ നമ്മൾ കേൾക്കലുണ്ട്. ഇപ്പം അടുത്ത് നമ്മൾ കേട്ട അടൂരിൽ നിന്ന് കേട്ട വാർത്തയില്ലേ, ആ ഭർത്താവിന് വേറെ മോശം സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ ആ ഭർത്താവിനെ പോരാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെൺകുട്ടി മുമ്പ് കൂടെ പഠിച്ച ഒരു സംഖ്യയെ കൂടെ കേട്ട് ജീവിച്ചത്. ഒടുവിൽ അവൾ എന്തായി, ആ ഷഹനയുടെ ജീവിതം പോയി. പക്ഷെ ഇതൊന്നും, ഈ സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു പാഠമേ അല്ല. ഒരു നന്ദിയില്ലാത്ത വർഗമായിട്ട് പലരും, എല്ലാവരും ഇങ്ങനെ അല്ല കേട്ടോ, ഞാൻ എല്ലാ സ്ത്രീകളെയും ഞാനിങ്ങനെ പറഞ്ഞതല്ല, ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ, ഈ സ്ത്രീകളിൽ നിന്ന് പീഡനം ഏൽക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ കാരണം ജീവിതം നഷ്ടപ്പെടുന്ന പുരുഷന്മാരുമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ നമ്മുടെ കോടതിയോ നമ്മുടെ സൊസൈറ്റിയോ ആളുകളൊന്നും ഈ പുരുഷന്മാരുടെ വേദനകളോ പ്രയാസങ്ങളോ അഡ്രസ്സ് ചെയ്യാറില്ല, അംഗീകരിച്ചു കൊടുക്കലില്ല. വേദനകളും പ്രയാസങ്ങളൊക്കെ ആർക്കുണ്ടാവുക? സ്ത്രീകൾക്ക് മാത്രമാണ്, ഭാര്യമാർക്ക് മാത്രമാണ് എന്നൊരു ധാരണയുണ്ട്. എന്നാൽ ആ ധാരണ തെറ്റാണ്. പുരുഷന്മാരിൽ നല്ലൊരു പങ്കും ജീവിതം അവസാനിപ്പിക്കുന്നത് ഭാര്യമാരിൽ നിന്നുള്ള മാനസിക പ്രമേറ്റു വാങ്ങിയിട്ടാണ്. ഇതിപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വേണോ വേണ്ട, ഇതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇത്തരം കേസുകളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അറബ് മാസം ഏതാണ്, സഫർ മാസം, എല്ലാവരും മനസ്സിലായത്. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മലയാള മാസം ഇത് ഏതാണെന്നുള്ളതാണ്. ഈ മാസത്തിന് പ്രത്യേകതയുണ്ട്. ഈ മാസത്തിലാണ് ഹൈന്ദവ വിശ്വാസികൾ രാമായണം എന്താ പറയുക, ഈ ചൊല്ലിയിട്ട് അതൊരു ആചാരം പോലെ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഒരു മാസമാണ്. ഹൈന്ദവ കുടുംബങ്ങളിലൊക്കെ വിശ്വാസികളാണെങ്കിൽ അവർ രാമായണം ഭക്തിയോടുകൂടി പാരായണം ചെയ്യും. നമ്മൾ ഈ റമദാനിൽ ഖുർആൻ ഓതുന്നത് പോലെ അവർ വളരെ ഹൈന്ദവരൊക്കെയുള്ള ഭക്തിയോട് കൂടിയിട്ട് രാമായണം ചൊല്ലുന്ന, അല്ലെങ്കിൽ അവരതിന് ഭക്തിയോട് കൂടിയിട്ട് പാരായണം ചെയ്യുന്ന ഒരു മാസമാണിത്. അപ്പോൾ ഇതേതാണ് മലയാള മാസം എന്നുള്ളതാണ് ചോദ്യം. അതിനുത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.